പ്രിയമുള്ളവരെ, അജിനോമോട്ടോ എന്ന ബ്രാൻഡിൽ പ്രസിദ്ധമായ MSG അതായത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന ഫ്ലേവർ എൻഹാൻസറുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കിടയിൽ ധാരാളം സംശയങ്ങളുണ്ടാകും. MSG ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ എത്രത്തോളം അളവിൽ MSG ചേർക്കാം? ഇനി MSG ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമോ? തുടങ്ങി ഒട്ടനവധി സംശയങ്ങൾ നമുക്കിടയിലുണ്ടാകും. എന്താണ് MSG അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്? MSG അത്രത്തോളം പേടിക്കേണ്ട ഒരു രാസവസ്തുവാണോ? എന്താണ് MSGയുടെ രാസഘടന? MSG അതായത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിൽ രണ്ട് തരത്തിലുള്ള ഘടകങ്ങളാണുള്ളത്. ഒന്ന് സോഡിയം, രണ്ട് ഗ്ലൂട്ടാമിക് ആസിഡ്. നാം സാധാരണഗതിയിൽ ഭക്ഷണത്തിൽ ചേർത്ത് വരുന്ന ഒന്നാണല്ലോ ഉപ്പ്. ഉപ്പിൻ്റെ പ്രധാന ഘടകം സോഡിയമാണ്. കാരണം ഉപ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണല്ലോ. സോഡിയം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു മൂലകമാണ്. സോഡിയത്തിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനും അതുപോലെ പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനുമെല്ലാം സോഡിയം അത്യന്താപേക്ഷിതമാണ്. സോഡിയത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് ബ്ലഡ് പ്രഷർ കൂടുന്നതിനും അതുവഴി സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും. സോഡിയത്തിൻ്റെ അളവ് കുറയുന്നതും അതുപോലെ പ്രശ്നമാണ്. MSGയിലെ രണ്ടാമത്തെ ഘടകമാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഒരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡാണ്. അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനിൻ്റെ നിർമ്മാണ യൂണിറ്റുകളാണ് അമിനോ ആസിഡുകൾ. അതുമാത്രമല്ല, ഗ്ലൂട്ടാമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ മസ്തിഷ്കത്തിലെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് നാഡികൾക്കിടയിലുള്ള ഒരു സന്ദേശവാഹകരായി പ്രവർത്തിക്കുന്നത് ഗ്ലൂട്ടാമിക് ആസിഡാണ്. അതുമാത്രമല്ല, നാം കഴിക്കുന്ന മിക്ക വെജിറ്റബിൾസിലും ടൊമാറ്റോ, മഷ്റൂംസ്, അതുപോലെ മീറ്റ് തുടങ്ങിയ ഒട്ടനവധി ഭക്ഷ്യവസ്തുക്കളിൽ ഗ്ലൂട്ടാമിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭക്ഷ്യവസ്തുവിൽ MSG ചേർത്തിട്ടുണ്ടോ അതോ അത് പ്രകൃതിയാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടാമിക് ആസിഡ് തന്നെയാണോ എന്ന് വേർതിരിച്ചറിയുന്നത് പ്രയാസകരമാണ്. ഇനി MSGയുടെ നിർമ്മാണം എങ്ങനെയാണ്? സാധാരണ നമ്മൾ ഫുഡ് അഡിറ്റീവ്സുമായി ബന്ധപ്പെട്ട് സിന്തറ്റിക് ഫുഡ് കളറുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അവ കോൾട്ടാറിൻ്റെ അല്ലെങ്കിൽ പെട്രോളിയം ബൈ പ്രൊഡക്റ്റ് ആണെന്നൊക്കെ. എന്നാൽ ഈ MSG എവിടെ നിന്നാണ് നിർമ്മിക്കുന്നത്? ജപ്പാനിൽ ആദ്യമായി MSG വേർതിരിച്ചെടുത്തത് ഒരു സീവീഡിൽ നിന്നാണ്. എന്നാൽ നിലവിൽ MSG നിർമ്മിക്കുന്നത് ടാപ്പിയോക്ക, അതായത് കപ്പ, അതുപോലെ കരിമ്പ്, അതുപോലെ ചോളം, അതുപോലെ ഷുഗർ ബീറ്റ് തുടങ്ങിയവയിലെ സ്റ്റാർച്ചിനെ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് MSG നിലവിൽ നിർമ്മിക്കപ്പെടുന്നത്. ഇനി MSG ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ MSG ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നവരിൽ 4% താഴെ ആളുകളിൽ ചില തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നതായിട്ട് ചില പഠനങ്ങൾ പറയുന്നു. അതായത് MSG ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്ന ചില ആളുകളിൽ വൊമിറ്റിംഗ്, ഓക്കാനം, ഹെഡേക്ക്, തലവേദന, ബേണിംഗ് സെൻസേഷൻ, ചുട്ടുപുകച്ചിൽ, ആങ്സൈറ്റി, ഉത്കണ്ഠ തുടങ്ങിയ ചില ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇതിനെ പൊതുവെ ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചില പഠനങ്ങളിൽ കുട്ടികളിലും ഗർഭിണികളിലും MSG ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ ഹിതകരമല്ല എന്ന് പറയുന്നു. പലപ്പോഴും അത് കുട്ടികളുടെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ വളർച്ചയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നും ചില പഠനങ്ങൾ പറയുന്നു. ഇനി MSG ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നതിന് എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ? US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അതോറിറ്റികളൊക്കെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിനെ ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് എന്ന രീതിയിൽ കണക്കാക്കിയതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ അനുവദനീയമായ അളവിൽ ചേർക്കുന്നത് സേഫാണെന്ന് പറയുന്നു. ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് പറയുന്നതെന്ന് നോക്കാം. വെജിറ്റബിൾ പൗഡർ, ഫ്രൂട്ട് പൗഡർ തുടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കളിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ചേർക്കുന്നത് GMP ലെവലിലാണ്. GMP എന്ന് പറഞ്ഞാൽ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷണത്തിലേക്ക് ഉപ്പ് എങ്ങനെയാണോ ചേർക്കുന്നത്? ആവശ്യത്തിന് ചേർക്കുന്നു. അതായത് ഉപ്പ് അധികമായി ചേർത്താൽ പ്രശ്നമാണ്, ഉപ്പ് കുറഞ്ഞാലും ടേസ്റ്റ് കുറയും എന്ന രീതിയിൽ ഒരു ഭക്ഷ്യവസ്തുവിന് എത്രത്തോളമാണോ ആവശ്യമായിട്ടുള്ളത് ആ രീതിയിൽ മാത്രം ചേർക്കുക. അതാണ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. അതുപ്രകാരം ആവശ്യാനുസരണം ചില ഭക്ഷ്യവസ്തുക്കളിൽ MSG ചേർക്കാൻ അനുമതിയുണ്ട്. അതായത് സൂപ്പ്, സോസ്, വെജിറ്റബിൾ പൗഡർ, ഫ്രൂട്ട് പൗഡർ തുടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കളിൽ ഇത്തരത്തിൽ MSG GMP ലെവലിൽ ചേർക്കാം. എന്നാൽ ചില ഭക്ഷ്യവസ്തുക്കളിൽ MSG ചേർക്കുന്നതിന് കൃത്യമായ നിയന്ത്രണങ്ങൾ പറയുന്നുണ്ട്. അതായത് കാൻഡ് ക്രാബ് മീറ്റിൽ 1 കിലോഗ്രാമിലേക്ക് 500 മില്ലിഗ്രാം മാത്രമേ പരമാവധി ചേർക്കാൻ അനുമതിയുള്ളൂ. അതുപോലെ ടേബിൾ ഒലീവ്സിൽ 1 കിലോഗ്രാമിലേക്ക് 5 മില്ലിഗ്രാം മാത്രമേ പരമാവധി MSG ചേർക്കാൻ അനുമതിയുള്ളൂ.
MSG സാധാരണ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് ഒരു ഫ്ലേവർ എൻഹാൻസർ ആയിട്ടാണ്. അതായത് ഭക്ഷ്യവസ്തുവിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന ഒരു ഫുഡ് അഡിക്റ്റീവാണ് MSG അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. നാം ഭക്ഷ്യവസ്തുക്കളിൽ സാധാരണയായി രുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചേർത്ത് വരുന്ന ഒന്നാണല്ലോ കോമൺ സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ്. ഉപ്പുമായിട്ട് MSGയെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. MSGയിൽ അടങ്ങിയിരിക്കുന്ന സോഡിയത്തിൻ്റെ അളവ് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉപ്പിൽ അടങ്ങിയ സോഡിയത്തേക്കാൾ എത്രയോ കുറവാണ് MSGയിൽ അടങ്ങിയിരിക്കുന്ന സോഡിയത്തിൻ്റെ അളവ്. അതായത് 1 ടീസ്പൂൺ ഉപ്പിൽ 2300 മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ MSGയിൽ 800 മില്ലിഗ്രാം മാത്രമേ സോഡിയം അടങ്ങിയിട്ടുള്ളൂ. അതായത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയത്തേക്കാൾ 2/3 ലെസ്സാണ് MSGയിൽ അടങ്ങിയിരിക്കുന്ന സോഡിയത്തിൻ്റെ അളവ്. അതായത് സോഡിയം ലോ ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ പ്രിഫർ ചെയ്യുന്നവർക്ക് ഉപ്പിനേക്കാൾ MSG ആണ് ബെറ്റർ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇനി MSGയുടെ മീഡിയം ലീതൽ ഡോസ്, അതായത് ഒരു രാസവസ്തു നമ്മുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ആ രാസവസ്തു മരണകാരിയാവാൻ വേണ്ട അളവാണ് മീഡിയം ലീതൽ ഡോസ്. MSGയുടെ മീഡിയം ലീതൽ ഡോസ് സാധാരണ ഉപ്പിൻ്റെ മീഡിയം ലീതൽ ഡോസിനേക്കാൾ 5 ഇരട്ടിയാണ്. എന്ന് വെച്ചാൽ ഉപ്പിൻ്റെ 5 ഇരട്ടി MSG കഴിച്ചെങ്കിൽ മാത്രമേ അത് മരണകാരിയാകുന്നുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ MSG തോന്നിയ പോലെ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുമതിയുണ്ടോ? അല്ലെങ്കിൽ MSG ചേർത്താൽ ഒരു കുഴപ്പവും ഇല്ലേ എന്ന് സംശയിക്കുന്നവരുണ്ടാവും. അങ്ങനെ പാടില്ല. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരത്തിന് കീഴിലുള്ള ലാബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻ പ്രകാരം പറയുന്നത്, ഒരു പാക്കറ്റ് ഭക്ഷ്യവസ്തുവിൽ MSG ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ നിർബന്ധമായിട്ടും ഒരു ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം. This package of food contain added monosodium glutamate, not recommended for infants below 12 months and pregnant women. അതായത് ഒരു പാക്കറ്റ് ഭക്ഷ്യവസ്തുവിൽ MSG ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ ഒരു ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം. ആ ഭക്ഷ്യവസ്തുവിൽ MSG ചേർത്തിട്ടുണ്ടെന്നും ആ ഭക്ഷ്യവസ്തു 12 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും റെക്കമെൻഡ് ചെയ്യരുതെന്നും എന്ന രീതിയിലുള്ള ഡിക്ലറേഷൻ കൊടുത്തിരിക്കണമെന്നാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ചേർത്തിരിക്കുന്ന ഭക്ഷണം ചെറിയ കുട്ടികൾക്കും